വിനോദ്, ഇന്നലെ തന്നെ CPM നേതാക്കൾ അർജുൻ ആയങ്കിയെ കൈവിട്ട് പരസ്യമായി രംഗത്ത് വന്നിരുന്നൊരു സാഹചര്യമുണ്ട്. തൂഫാനെ പോലെ തൂക്കണമെന്നാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ പറഞ്ഞത്. സ്വർണം പൊട്ടിക്കൽ, ക്വട്ടേഷൻ കേസുകൾ അടക്കം ഇദ്ദേഹം പ്രതിയുമാണ്. ഇതിലൊക്കെ CPM ഇയാളെ പരോക്ഷമായി സംരക്ഷിക്കുന്നു എന്നുള്ളൊരു ആക്ഷേപം പോലും വന്നിരുന്നു. ഇങ്ങനെയുള്ളൊരു ആക്ഷേപത്തിനൊക്കെ ഇടയിലാണ് നേതാക്കൾ പരസ്യമായി രംഗത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഈ ആയങ്കിയുടെ അറസ്റ്റ് നമുക്ക് രാഷ്ട്രീയപരമായി എങ്ങനെ ചർച്ച ചെയ്യാൻ സാധിക്കും വിനോദ്? സിറ, കഴിഞ്ഞ ദിവസം MV ജയരാജനെതിരെ ആയങ്കി ഇട്ട ഒരു പോസ്റ്റ് തന്നെ നമുക്ക് പരിശോധിക്കാം. അതിൽ പറയുന്നത് പിന്നിൽ നിന്ന് കുത്തരുത് എന്നതാണ്. അവിടെ ചില രാഷ്ട്രീയ സംഘർഷങ്ങൾ ഉണ്ടായപ്പോൾ താൻ ചാടിയിറങ്ങിയെന്നും അതിനുവേണ്ടി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചുവെന്നും ഇപ്പോൾ തൂഫാനെ പോലെ തൂക്കണമെന്ന MV ജയരാജൻ്റെ പരാമർശമുണ്ടാകുമ്പോൾ അത് പിന്നിൽ നിന്നുള്ള കുത്തലാണെന്നും പറഞ്ഞായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ആയങ്കിയുടെ പോസ്റ്റ്. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വർഗ്ഗസമരം നടത്തിയിട്ടല്ല ആയങ്കി ജയിലിലേക്ക് പോകുന്നത്, പോലീസ് പിടിയിലാകുന്നത്. പോലീസിനെ ഭീഷണിപ്പെടുത്തുന്നു. അതിനു മുമ്പ് സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, അതിൽ അറസ്റ്റിലാകുന്നു, അതിൽ ജാമ്യമെടുക്കുന്നു, വലിയ തുക കെട്ടിവെക്കേണ്ടി വരുന്നു, ജില്ലയിൽ പ്രവേശിക്കാൻ കഴിയാത്ത സാഹചര്യം. അതിനു മുൻപ് 2017 BJP പ്രവർത്തകരായ 2 പേരെ വധിക്കാൻ ശ്രമിക്കുന്നു. അതിൽ 5 കൊല്ലത്തെ ശിക്ഷ കോടതി വിധിക്കുന്നു. ഈ തരത്തിൽ ക്രിമിനൽ ഗുണ്ടായുസവുമായി ബന്ധപ്പെട്ട് അർജുൻ ആയങ്കി പ്രവർത്തിച്ചു. അതിന് CPMനെ മറയാക്കുന്നു, അല്ലെങ്കിൽ ഒരു ഇരവാദം ഉന്നയിച്ച് CPMനെ മുന്നിൽ നിർത്തി ഇപ്പോഴത്തെ ഘട്ടത്തിൽ പോലും അങ്ങനെ ഒരു പ്രതിരോധം തീർക്കാനാണ് ആയങ്കി ശ്രമിക്കുന്നത് എന്ന് പറയാതെ വയ്യ. 2015 മുതലാണ് ആയങ്കി DYFIയിൽ ഉൾപ്പെടെ സജീവമാകുന്നത്. DYFIയുടെ യൂണിറ്റ് സെക്രട്ടറിയായി തുടങ്ങുന്ന ഒരു പാർട്ടി പ്രവർത്തനമാണ്. അതിനുശേഷമാണ് ഇങ്ങനെ ക്രിമിനൽ ഗുണ്ടായുസത്തിലേക്ക് പോകുന്നത്. 2017 കൂടിയാണ് ആയങ്കി കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത്. അതും പാർട്ടി പ്രവർത്തനത്തിൻ്റെ പേരിലല്ല, 2 പേരെ വധിക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിലാണ്. തുടർന്ന് പാർട്ടി DYFI അംഗത്വത്തിൽ നിന്ന് ആയങ്കിയെ പുറത്താക്കുന്നു. 2021 രാമനാട്ടുകരയിലെ ഈ സ്വർണം പൊട്ടിക്കൽ സംഭവം നടക്കുന്നത്, ഈ പ്രമാദമായ കേസ് നടക്കുന്നത്. അന്ന് 2 വാഹനങ്ങളിലായാണ് ഇവർ തമ്മിൽ മത്സരമുണ്ടാകുന്നത്. അതായത് കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് സ്വർണം കടത്ത് സംഘം സ്വർണം കൊണ്ടുവരുന്നു. സ്വർണം പൊട്ടിക്കൽ സംഘം എന്നത് ഇങ്ങനെ കടത്തിക്കൊണ്ടുവരുന്ന സ്വർണം അവരിൽ നിന്ന് തട്ടിയെടുക്കുന്ന വിഭാഗമാണ്. സ്വർണം ഇങ്ങനെ കടത്തുന്നു, സ്വർണം കൊണ്ടുവരുന്നു എന്ന വിവരം ചോർന്ന് കിട്ടുകയും ഈ കൊണ്ടുപോകുന്ന സംഘത്തിൽ നിന്ന് ഇത് തട്ടിയെടുക്കുകയും ചെയ്യുന്നതാണ് പൊട്ടിക്കൽ സംഘം. ആയങ്കിയുടെ നേതൃത്വത്തിൽ പൊട്ടിക്കൽ സംഘമാണ് പ്രവർത്തിച്ചിരുന്നത്. സ്വർണ്ണക്കടത്തുണ്ട്, അതോടൊപ്പം തന്നെയാണ് ഈ പൊട്ടിക്കൽ സംഘം. ഈ ചേസിങ്ങിലാണ് വാഹനാപകടമുണ്ടായതും 5 പേർ അന്ന് കൊല്ലപ്പെടുകയും ചെയ്തത് വാഹനാപകടത്തിൽ. തുടർന്ന് ഈ കേസുകൾ ഉണ്ടാകുന്നു. CPM ഭരണത്തിലുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെയാണ് CPMന് നേർക്ക് പലപ്പോഴും ഇങ്ങനെയുള്ള ആക്ഷേപങ്ങൾ വന്നത്. ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നില്ല. പലപ്പോഴും സ്വതന്ത്രമായി സഞ്ചരിക്കാൻ ആയങ്കിക്ക് കഴിഞ്ഞിരുന്നു. പ്രത്യേകിച്ച് ഈ പുതിയ കാലഘട്ടത്തിൽ CPMനെ നയിക്കുന്ന സൈബർ പോരാളികൾ, അതിലെ ഒരു പ്രധാനപ്പെട്ട ആളായിരുന്നു ആയങ്കി എന്നതാണ് ഏറ്റവും സവിശേഷമായ കാര്യം. നമ്മൾ ആലോചിക്കണം, പണ്ട് എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ CPM വർഗ്ഗസമരം നടത്തി, കർഷക സമരം നടത്തി, പോരാട്ടങ്ങൾ നടത്തി, ചോര ചിന്തി ഈ പ്രസ്ഥാനം വളർന്നു വന്നത്. അവിടെ നിന്ന് സൈബർ സഹാക്കളായി കുറേ പേർ ഇതിനുള്ളിൽ പ്രവേശിക്കുന്നു. അവിടെയാണ് G. സുധാകരൻ്റെയൊക്കെ ചില വാക്കുകൾ നമ്മൾ കേൾക്കേണ്ടത്. പൊളിറ്റിക്കൽ ക്രിമിനലിസം എന്നത് അത് ഒരുപക്ഷെ സൈബർ പ്ലാറ്റ്ഫോമുകളിൽ പാർട്ടിയിലെ തന്നെ ആളുകളെ, അല്ലെങ്കിൽ പാർട്ടിയിൽ എതിർ സ്വരം ഉയർത്തുന്ന ആളുകളെ നിശബ്ദരാക്കാൻ തെറി വിളിക്കുന്നു, അല്ലെങ്കിൽ അവരെ അധിക്ഷേപിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഈ പൊളിറ്റിക്കൽ ക്രിമിനലിസത്തിൻ്റെ ഏറ്റവും വലിയ രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അത് പരിപൂർണമായി ഒരു ക്രിമിനൽ സ്വഭാവത്തിലേക്ക് പോകുന്നു എന്നത് തന്നെയാണ്. അങ്ങനെ ഈ PJ ആർമിയൊക്കെ നമുക്ക് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. P. ജയരാജൻ്റെ പേരിൽ അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുന്ന ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മ വരുന്നു. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ അത് സജീവമായി പ്രവർത്തിക്കുന്നു. ആ സമയത്തൊക്കെ ആകാശ് തില്ലങ്കേരിയും അർജുൻ ആയങ്കിയും ഒക്കെ ഈ പേജിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചിരുന്നു. പിന്നീട് പല പല പേരുകളിൽ അങ്ങനെ CPMന് വേണ്ടിയുള്ള സൈബർ രൂപങ്ങൾ അവിടെയെല്ലാം കടന്നുകൂടുന്നതിൽ സാധാരണ പ്രവർത്തകരുണ്ട്, അല്ലെങ്കിൽ സാധാരണ SFI പ്രവർത്തകരോ DYFI പ്രവർത്തകരോ ഉണ്ടെങ്കിലും ഇങ്ങനെയുള്ള ക്രിമിനൽ ആക്ടിവിറ്റി അത് വളരെ പ്രത്യക്ഷമായി തന്നെ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്ത് പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ട് നാട്ടിൽ അരാജകത്വം സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ കൂടി ഇതിനകത്ത് ഉൾപ്പെട്ടു എന്നതാണ്. അവിടെയാണ് CPMന് രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടാകുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം പോലും CPMൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ആയങ്കിയെ തള്ളിപ്പറയുന്നൊരു സാഹചര്യമുണ്ടായി. പരസ്യമായെങ്കിലും അവർക്ക് അങ്ങനെ പറയേണ്ടി വരുന്നുണ്ട്. സാക്ഷാൽ പിണറായി വിജയൻ തന്നെ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ ആയങ്കിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വന്നു. നമുക്കറിയാം പിണറായി വിജയൻ്റെ ഒരു രീതി നമുക്കറിയാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ അദ്ദേഹം അവഗണിച്ച് കളയുന്നതാണ്. പക്ഷേ അദ്ദേഹത്തെ പോലും പ്രതിരോധത്തിലാക്കുന്ന തരത്തിലേക്ക് ഈ കാര്യങ്ങൾ പോകുന്നു എന്നത് തന്നെയാണ്. ആയങ്കിയെ തനിക്കറിയില്ല, അതിൽ പോലീസ് നടപടിയെടുക്കട്ടെ, അല്ലെങ്കിൽ അയാളെ ആരാണ് സംരക്ഷിക്കാൻ പോകുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ മുൻ മുഖ്യമന്ത്രിയായിരുന്നു, 10 വർഷം കേരളം ഭരിച്ച, അതിനു മുൻപ്
വർഷങ്ങളോളം പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയന് പോലും പറയേണ്ടി വരുന്നു എന്നതാണ് CPM-നെ സംബന്ധിച്ച് പ്രതിരോധമുണ്ടാക്കുന്നത്. ഏതായിരുന്നാലും MV ജയരാജൻ അടക്കമുള്ളവർ നേരത്തെ തന്നെ ആയങ്കിയെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആരും സംരക്ഷണം ഒരുക്കുന്നില്ല. പ്രത്യേകിച്ച് CPM കൈവിട്ടതോടുകൂടിയാണ് ഈ അറസ്റ്റ് എന്നുകൂടി നമ്മൾ പ്രത്യേകിച്ച് കാണണം. ഒരുപക്ഷെ CPM-ന്റെ ഒരു സംരക്ഷണം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല. ആയെങ്കിൽ ഇപ്പോൾ ഓട്ടോറിക്ഷയിൽ വരുന്നു, അഭിഭാഷകയെ കാണുന്നു, ഫ്ളാറ്റിൽ സുഹൃത്തിനൊപ്പം താമസിക്കുന്നു. അതിനപ്പുറത്തേക്ക് പാർട്ടിയുടെ ഒരു സംരക്ഷണ കവചം ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതായിരിക്കില്ല. പോലീസിന് കുറച്ചുകൂടി ബുദ്ധിമുട്ടേണ്ടി വരുമായിരുന്നു, പാർട്ടിയുടെ പ്രതിരോധം ഉണ്ടാകുമായിരുന്നു. പക്ഷേ അങ്ങനെ ഒന്നും പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലല്ല ആയങ്കി എന്ന കുറ്റവാളി പോയി നിൽക്കുന്നത്. ഒരു ഘട്ടത്തിൽ പാർട്ടിയുമായി ബന്ധമുണ്ടായിരുന്നു. പക്ഷേ ഇയാൾ ഇനി ചുമന്നാൽ പാർട്ടിക്ക് അത് ക്ഷീണമാകും എന്നത് തന്നെയാണ് മറ്റൊരു വസ്തുതയായി നേതാക്കൾക്ക് മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ ആയങ്കിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുന്നതും. സേറ, ശരി, വിനോദാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് നമുക്ക് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.